മികച്ച ലോക ഫുട്ബോളിലേക്കുള്ള ഫിഫ ബെസ്റ്റ് അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സി ഇടം പിടിച്ചത് വിവാദത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 21, 2023 മുതൽ ഓഗസ്റ്റ് 10, 2024 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത മികവ് പ്രകടമാക്കിയ താരങ്ങളാണ് നോമിനേറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മെസ്സിയെ കൂടാതെ 10 താരങ്ങൾ കൂടി പട്ടികയിലുണ്ട്. 11 ഫിഫ ബെസ്റ്റ് നോമിനേഷൻ ലിസ്റ്റിൽ ലയണൽ മെസ്സി മാത്രമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗുകളുമായി കണക്കാക്കുന്ന യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളുടെ പുറത്തുനിന്ന് സ്ഥാനം പിടിച്ച ഏകതാരം. അമേരിക്കൻ സോക്കർ ലീഗിൽ ഇന്റർ മയാമിയുടെ താരമായ മെസ്സി നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടാൻ അർഹനല്ലെന്ന വാദമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. യൂറോപ്പിലെ വമ്പൻ ലീഗുകളിൽ മികച്ച കളി കാഴ്ചവെക്കുന്ന താരങ്ങളെ ഒഴിവാക്കി മെസ്സിയെ ഉൾപ്പെടുത്തിയത് ശരിയല്ലെന്ന വിമർശനമാണ് പല ഫുട്ബോൾ പ്രേമികളും ഉന്നയിക്കുന്നത്. മെസ്സി ഇതിഹാസ താരമാണെങ്കിലും കഴിഞ്ഞ സീസണിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഫിഫ ബെസ്റ്റ് അവാർഡിന്റെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ അർഹമല്ലെന്നാണ് ഒരു വിഭാഗം ഫുട്ബോൾ ആരാധകർ പറയുന്നത്. അമേരിക്കൻ സോക്കർ ലീഗിലെ പ്രകടനം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾക്കായി താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നും ഇവർ വാദിക്കുന്നു. മെസ്സിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജൂലൈയിൽ അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടിയിരുന്നു. എന്നാൽ ടൂർണമെന്റിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് 5 ഗോളുകൾ അടിച്ച ലൗട്ടാരോ മാർട്ടിനസോ ആയിരുന്നു. കോപ്പ അമേരിക്കയിൽ നിന്ന് 1 ഗോളും 1 അസിസ്റ്റും മാത്രമായിരുന്നു ലയണൽ മെസ്സിയുടെ സംഭാവന. ഇന്റർ മയാമിക്കായി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 37-കാരനായ ലയണൽ മെസ്സി MLS-ൽ 21 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു. ഇന്റർ മയാമി ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി MLS സപ്പോർട്ടേഴ്സ് ഫീൽഡ് നേടിയപ്പോൾ നിർണായക സംഭാവനയാണ് മെസ്സിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് 3 വട്ടം നേടിയ മെസ്സി തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ജേതാവ്. അർജന്റീന നായകൻ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇത്തവണ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രിക്കും റിയൽ മാഡ്രിഡ് ബ്രസീലിയൻ വിങ്ങർ വിനീഷ്യസിനുമാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം പ്രീമിയർ ലീഗും ക്ലബ് വേൾഡ് കപ്പും നേടിയ റോഡ്രി സ്പാനിഷ് ദേശീയ ടീമിന്റെ യൂറോ കപ്പ് വിജയത്തിലും നിർണായക പങ്ക് വഹിച്ചിരുന്നു. റയൽ മാഡ്രിഡിനൊപ്പം ലാ ലീഗും യുവേഫ ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ സ്വന്തമാക്കിയ വിനീഷ്യസ് ക്ലബ്ബ് ഫുട്ബോളിൽ കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വല പ്രകടനമാണ് പുറത്തെടുത്തത്. മികച്ച ലോക ഫുട്ബോളർക്ക് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ സമ്മാനിക്കുന്ന ബാലൻ ഡിയോർ പുരസ്കാരം ഇത്തവണ നേടിയത് റോഡ്രി ആയിരുന്നു. വിനീഷ്യസ് ആയിരുന്നു രണ്ടാമത്.